ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിരുന്നത് പല ടൈപ്പ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, അതിനെ പറ്റിയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് അതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന നമ്മൾ എന്ത് മെഷർ ചെയ്യുകയാണെങ്കിലും അത് എങ്ങനെ മെഷർ ചെയ്യണം, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് പല ടൈപ്പ് എററുകൾ, പല രീതിയിലുള്ള എററുകൾ നമുക്ക് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ എറർ അനാലിസിസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എറേഴ്സ് ഇൻ ദി മെഷർമെൻറ്റ്സ്. എന്താണ് എറേഴ്സ് ഇൻ ദി മെഷർമെൻറ്റ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എറേഴ്സ് ഇൻ ദി മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the measurement of various physical quantities fundamental to the study of science and engineering. The value of every measurement contains some uncertainty. This uncertainty is called error. എന്താണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞ ഒരു വേർഡ് അല്ലേ? അൺസർട്ടനിറ്റി. എന്താണ് അൺസർട്ടനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു മെഷർമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമുക്കറിയാലോ. ചിലപ്പോൾ നമ്മുടെ ഹ്യൂമൻ എറർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ ചെറിയ തകരാറുകൾ കൊണ്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതിൽ ചെറിയൊരു അൺസർട്ടനിറ്റി, അസന്തുലിതാവസ്ഥ, ഈ മെഷർമെൻറ്റിൽ ചെറിയൊരു അസന്തുലിതാവസ്ഥ വരാൻ. ആ സന്തുലിതാവസ്ഥയാണ് നമ്മൾ എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് അൺസർട്ടനിറ്റി ഈസ് നോൺ ആസ് എറർ. The difference between the true value and the measured value of a quantity is known as the error of the measurement. അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ട വാല്യൂ ആണ് ട്രൂ വാല്യൂ. പക്ഷെ നമ്മൾ മെഷർ ചെയ്ത ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി, ചിലപ്പോൾ ട്രൂ വാല്യൂ ആയിരിക്കില്ല മെഷർ ചെയ്തപ്പോഴുള്ള വാല്യൂ. ഞാൻ പറഞ്ഞ പോലെ ഈ പല പല അൺസർട്ടനിറ്റി വന്നതുകൊണ്ട് ചെറിയ വ്യത്യാസം സംഭവിക്കുക. അപ്പോൾ ഈ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ളൊരു ഡിഫറൻസ്, അതാണ് അതിൽ വന്നുകൂടിയ തെറ്റ് അല്ലെങ്കിൽ എറർ, വിച്ച് ഈസ് നോൺ ആസ് എറർ ഓഫ് ദി മെഷർമെൻറ്റ്. But the difference between the true value and the measured value, which is known as the error of the measurement. അപ്പോൾ അതന്നെയാണ് എറർ ഇൻ ദി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ആൻഡ് ദി വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ എ മെഷർമെൻറ്റ് ഈസ് കോൾഡ് ആൻ എറർ. എറർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഈസ് നോൺ ആസ് എറർ. അപ്പോൾ എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇത് മോഡുലസ് എന്ന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. സപ്പോസ് ആക്ച്വൽ വാല്യൂ മെഷേർഡ് വാല്യൂസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. സപ്പോസ് ആക്ച്വൽ വാല്യൂ മെഷേർഡ് വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ എറർ നെഗറ്റീവ് ആണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ എറർ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് വാല്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡുലസ് എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു മോഡുലസ് വയ്ക്കാനുള്ള കാര്യം. അപ്പോൾ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ, ഇതിന് രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്ച്വൽ വാല്യൂ, ദ ഡിഫറൻസ് ഓഫ് ആക്ച്വൽ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഈസ് നോൺ ആസ് എറർ. ഇനി എന്തൊക്കെ ടൈപ്പ് എററുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് എറർ. വൺ ഈസ് സിസ്റ്റമാറ്റിക് എറർ ആൻഡ് അനദർ വൺ ഈസ് റാൻഡം എറർ. There are two types of error. Errors in measurement can be classified into two categories. They are systematic error and random error. രണ്ട് ടൈപ്പിലെ എറർ ആണുള്ളത്, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ ദി മെഷർമെന്റ്സ് എന്ന് നോക്കാം. The systematic errors tend to be in one
direction, either positive direction or negative direction with respect to the positive value, with respect to the true value. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവുക നെഗറ്റീവ് ആവുക, കൂടാനും കുറയാനും പറ്റും. അപ്പോൾ ചില മെഷർമെൻറ്റ് നമ്മൾ എടുത്ത വാല്യൂവിനെക്കാട്ടിലും യഥാർത്ഥത്തിൽ കൂടുതലായിരിക്കും ആക്ച്വൽ വാല്യൂ, ചില മെഷർമെൻറ്റ് എടുത്ത വാല്യൂവിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും ആക്ച്വൽ വാല്യൂ. ദിസ് ടൈപ്പ് ഓഫ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് യൂസിങ് ബെറ്റർ ഇൻസ്ട്രുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെന്ന് വിചാരിക്കും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബൈക്കിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ നീഡിൽ എവിടെയായിരിക്കും? 0-യിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ അത് 45 കാണിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് 45 km/h കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബൈക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സൂചി 0-യിലല്ല 2-ലാണ് നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ 2 റീഡിങ് അത് കൂടുതലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 45 ഓടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ 45 ഇല്ല, അത് 43 ഉള്ളൂ. 43 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. 45 ആവണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്ത് കാണിക്കണം? 47 കാണിക്കണം. അപ്പോൾ കാണിക്കുന്ന റീഡിനെക്കാട്ടിലും യഥാർത്ഥത്തിൽ അത് എന്താണ്? കുറവാണുള്ളത്. അതുപോലെ നേരെ തിരിച്ചും വരാം. ദിസ് ടൈപ്പ് ഓഫ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് യൂസിങ് ബെറ്റർ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്പീഡോമീറ്ററിന് എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, ഞാനത് അടുത്ത സർവീസിൽ മാറ്റി വയ്ക്കാൻ പോവുകയാണ്, നല്ല ഇൻസ്ട്രുമെന്റ് വെച്ചാൽ മതി. ഇംപ്രൂവിങ് എക്സ്പെരിമെന്റൽ ടെക്നിക് ആൻഡ് അവോയ്ഡ് പേഴ്സണൽ ബയസ്. പേഴ്സണൽ ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നവരുടെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ചെരിഞ്ഞൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റീഡിങ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയ പോലെ തോന്നും. സ്ട്രൈറ്റ് ആയിട്ട് ഐ ലെവലിന് പാരലായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് എന്ത് കിട്ടുള്ളൂ? ഇത് കിട്ടുള്ളൂ. ടൈപ്സ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ നമ്മളിപ്പോൾ ഇവിടെ 2 എറർ പഠിച്ചു. ടൈപ്സ് ഓഫ് എറർ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്, റാൻഡം എറേഴ്സ് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് എററിൽ തന്നെ വീണ്ടും 3 എറർ ഉണ്ട്. അതാണ് ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക്ക് ആൻഡ് പേഴ്സണൽ എറർ. ഇൻസ്ട്രുമെന്റൽ എറർ, എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക് ആൻഡ് പേഴ്സണൽ എറേഴ്സ്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ 3 രീതിയിലുണ്ട്. ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, 2 എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക്സ്, 3 പേഴ്സണൽ എറേഴ്സ്. First one, instrumental errors. These errors arise from the imperfect design or calibration of instrument, zero error of instruments, etc. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു ബൈക്കിന്റെ സ്പീഡോമീറ്ററിന്റെ കേസ് ഞാൻ ഓൾറെഡി പറയുന്നു അല്ലേ. ദ സീറോ എറർ ഇൻ ദി വെർനിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂ ഗേജ്. വെർനിയർ കാലിപ്പേഴ്സ് നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞവരാണെങ്കിൽ വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും നിങ്ങൾ ചെയ്തായിരിക്കും. ഇതാണ് വെർനിയർ കാലിപ്പേഴ്സ്, ഇതാണ് സ്ക്രൂ ഗേജ്. അതിൽ 0 എറർ വരാനുള്ള കാരണം ഇൻസ്ട്രുമെന്റൽ എററാണ്. ഇപ്പോൾ ഇവിടെ സ്പീഡോമീറ്ററിന്റെ കേസിൽ ഇതിപ്പോൾ ഒരു ഡിവിഷൻ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 2.1 കാണിച്ചാലാണ് ഇത് യഥാർത്ഥത്തിൽ 2 എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 2 ഡിവിഷൻ കുറവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.8 ആകുമ്പോഴേക്കും അത് 2 യഥാർത്ഥത്തിലുള്ള 2 ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള എറേഴ്സിനൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്, 0 എറേഴ്സ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, error due to incorrect experimental techniques. These kind of errors occur due to inaccurate experimental procedure as well as external factors like pressure, temperature, humidity, wind, etc. ഇതെന്താണ് സംഭവം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം മെറ്റലിൻ്റെ ഒരു പ്രത്യേകത, അത് നല്ല ടെമ്പറേച്ചറിൽ അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു തണുത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് മെറ്റലിൻ്റെ ലെങ്ത് അളന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. അതിൻ്റെ നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന വെയിൽ ഒന്നുകൂടി അളന്നു, അപ്പോൾ അതിൻ്റെ ലെങ്ത്തിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോട്ടിൻ്റെ വെലോസിറ്റി അളക്കുകയാണ്. ബോട്ട് 45 km/h പോകുന്നത്. അതേ ദിശയിൽ ഒരു കാറ്റ് വീശുന്നുണ്ടെന്ന് വിചാരിക്കുക. ബോട്ട് 45-ലായിരിക്കും കാണിക്കേണ്ടാവുക, പക്ഷേ യഥാർത്ഥത്തിൽ പോകുന്നത് അതിൻ്റെ സ്പീഡോമീറ്റർ അതിൻ്റെ എഞ്ചിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ടാണ് കാണിക്കേണ്ടാവുക. പക്ഷേ യഥാർത്ഥത്തിൽ ആ വെലോസിറ്റിയിലായിരിക്കും അത് പോകേണ്ടാവുക അല്ല. കാരണം ആ കാറ്റ് ആ ഡയറക്ഷനിലാണെങ്കിൽ എഞ്ചിൻ്റെ ഉണ്ടാവും, കാറ്റിൻ്റെ വക ഒരു സപ്ലിമെൻറ്റും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ നടക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം.
The kind of errors occur due to the inaccurate experimental procedure as well as external factors like pressure, temperature, humidity, wind, etc. For example, measurement of a body temperature by placing the thermometer under the armpit result in a lower temperature value than the actual value. അത് നമ്മുടെ കൈൻ്റെ ഇടയിൽ കമ്പാരിറ്റീവ്ലി തണുപ്പ് കൂടിയ സ്ഥലമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവിടെ അളക്കുമ്പോഴും ബാക്കിയുള്ളവിടെ അളക്കുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പനിയൊക്കെ ഉണ്ടോയെന്ന് അവിടെ ഒക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ അളക്കുക. കാരണം അവിടുത്തെ ടെമ്പറേച്ചറാണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ. അതിൻ്റെ കൂടുതലാണെങ്കിൽ ഷുവർ ഹി ഈസ് ഹാവിങ് സം ഫീവർ. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിപ്പറ്റ് ബ്യൂററ്റൊക്കെ എടുക്കുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടാവും എപ്പോഴും ഐ ലെവലിന് പാരലായി വെച്ചിട്ട് മാത്രമേ മെഷർമെന്റ് എടുക്കാൻ പാടുള്ളൂ. പാരലൽ അല്ലാതെ എടുക്കുകയാണെങ്കിൽ പാരലാക്സ് എറർ എന്ന് പറഞ്ഞ വരും. നമുക്ക് റീഡിങ്ങിന് ചെറിയ വ്യത്യാസം സംഭവിച്ചതായിട്ട് ഇതുണ്ട്. ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത്. നേരെ ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ 4.8, ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ 4.7, ഇപ്പുറത്തുനിന്ന് ചെരിഞ്ഞ് നോക്കിയപ്പോൾ 4.9 ഒക്കെയാണ് ആൾക്ക് റീഡ് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് റീഡിങ്ങും തെറ്റാണ്. അവൻ ഐ ലെവലിന് പാരലായി വെച്ച റീഡിങ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ പേഴ്സണൽ എറർ എന്നൊക്കെ പറയുന്നത്. Such errors arises due to the personal bias, lack of proper settings of the apparatus, or individual carelessness in taking observation. These types of error also known as observational errors. Observational errors എന്ന് പറയാറുണ്ട്. For example, when an observer holds his head towards the right while reading the position of the needle of a scale, he introduces an error due to parallax. ചിലവരിങ്ങനെ തല സ്ട്രൈറ്റ് പിടിച്ചിട്ട് വായിക്കില്ല, തല ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ടാണ് ഇങ്ങനെ വായിക്കുള്ളൂ. റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വായിക്കുള്ളൂ. അപ്പോൾ ആ ശീലം വെച്ചിട്ട് മൂപ്പരാൻ ഈ പറഞ്ഞ പോലെ പിപ്പറ്റ് ബ്യൂറിൻ്റെ ഒക്കെ റീഡിങ് എടുക്കുമ്പോൾ യഥാർത്ഥ റീഡിങ്ങിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായ റീഡിങ് ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. So you should avoid that kind of practices. Next is random errors. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് സിസ്റ്റമാറ്റിക് എററും റാൻഡം എററാണ്. സിസ്റ്റമാറ്റിക് എററിൽ തന്നെ 3 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. അതാണ് ഇൻസ്ട്രുമെന്റൽ എറർ, എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക്ക്, പേഴ്സണൽ എറർ. ഇനി ഉള്ളതാണ് റാൻഡം എറർ. ഈ റാൻഡം എററിൽ തന്നെ ആ പേരിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനുണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണെന്ന് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ മെഷർമെന്റ് വരും ഓട്ടോമാറ്റിക്കലി. ചിലപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വെച്ചാലും, അതായത് പല ടൈപ്പ് നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ട് പല എറേഴ്സ് ഇതിൽ കൂടിച്ചേർന്നിട്ട് വരുന്നതാണ് റാൻഡം. അൺഎക്സ്പെക്റ്റഡ് എറർ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ് ആണ്. Random errors come from unpredictable change in experimental conditions. Unpredictable change ആണ്. The magnitude and direction of these errors vary randomly with each measurements. നമ്മൾ നേരത്തെ പഠിച്ച ഇൻസ്ട്രുമെന്റൽ എറർ ഒക്കെ, അതായത് 0 എപ്പോഴും 0, ചിലപ്പോൾ 2 ഡിവിഷൻ കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ 2 ഡിവിഷൻ കുറച്ച് കൊടുക്കണം. പക്ഷെ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെഷർ ചെയ്യുമ്പോൾ കൂടിയ വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ മെഷർ ചെയ്യുമ്പോൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. റാൻഡം എറേഴ്സ് ആർ പ്രസന്റ് ഇൻ ഓൾ എക്സ്പെരിമെന്റ് ആൻഡ് ആർ അൺപ്രഡിക്റ്റബിൾ. അത് ചെയ്ത് നമുക്ക് മുമ്പേ കൂട്ടി തിയറിറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന എറേഴ്സ് ആണ് ആ റാൻഡം എറേഴ്സ്. ദ റാൻഡം എറേഴ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ടേക്കിംഗ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് മെഷർമെന്റ്സ്. അപ്പോൾ ഈ റാൻഡം എറേഴ്സ് വന്നു എന്ന് വിചാരിച്ച് നമുക്ക് മെഷർമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ഒരു മെഷർമെന്റ് എടുക്കുന്നതിന് പകരം 10 മെഷർമെന്റ് എടുക്കും, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണും. അപ്പോൾ നമുക്ക് എന്തായി, ഈ എറേഴ്സ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നള്ളിഫൈ ചെയ്യാൻ പറ്റി. The errors also called statistical errors and can be removed by statistical method of averaging. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു മെഷർമെന്റ് എടുക്കുന്നതിന് പകരം 50 100 മെഷർമെന്റ് എടുക്കുക. അപ്പോൾ ഓരോ മെഷർമെന്റിലും ചെറിയ ചെറിയ എറർ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ, അൺപ്രഡിക്റ്റബിൾ ടെമ്പറേച്ചർ ചേഞ്ച് ക്യാൻ എഫക്ട് ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് ഇൻവോൾവിങ് ഇലക്ട്രിക്കൽ മെഷർമെന്റ്. നമ്മൾ ഈ ഇലക്ട്രിക്കൽ മെഷർമെന്റ് ഒക്കെ വരുമ്പോൾ ഈ റാൻഡം എറർ വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും തോറും ഒരു കണ്ടക്ടറിൻ്റെ
ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും തോറും കണ്ടക്ടറിൽ ചൂടുണ്ടാവും, അത് നമുക്കറിയാലോ, ജൂൾസ് ഹീറ്റിംഗ്, I സ്ക്വയർഡ് RT. അപ്പോൾ ഈ ചൂട് കൂടുന്തോറും കണ്ടക്ടൻസിൻ്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ചൂട് കൂടുന്തോറും കൂടിക്കൂടി വരും. അപ്പോൾ ഈ ഹീറ്റിങ് കൂടിക്കൂടി വരും. അപ്പോൾ അതിന് ഈ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുക്ക് കുറയും. അപ്പോൾ നമ്മൾ തുടക്കത്തിലുണ്ടാവുന്ന കറണ്ട് ആയിരിക്കില്ല ആ സർക്യൂട്ട് ഓൺ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കുറേ എറേഴ്സുകൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി വരും. അതിനാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലീസ്റ്റ് കൗണ്ട് എറർ. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവിനാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ താഴെയുള്ള അളവുകളൊക്കെ അളക്കുമ്പോൾ അതിനൊരു എറർ വരും. അതല്ലെങ്കിൽ ആ ലീസ്റ്റ് കൗണ്ട് ആണ് അതിൻ്റെ എറർ എന്ന്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീസ്റ്റ് കൗണ്ട് എന്താണെന്നത്, ദി ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് ആൻ എറർ അസോസിയേറ്റഡ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റിനെ അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവിനാണ് ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറയുക. ദ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. ഇത് എപ്പോഴും പ്രാക്ടിക്കൽ വൈവിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? The smallest value that can be measured by a measuring instrument is called least count. ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. All reading or values are good only up to this value. For example, vernier calipers of least count 0.01 centimeter and screw gauge has a least count of 0.001 സെൻറ്റിമീറ്റർ, അതല്ലെങ്കിൽ 0.01 മില്ലിമീറ്റർ. വെർണിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്ററും സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 മില്ലിമീറ്ററുമാണ്. യൂസിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഹയർ പ്രിസിഷൻ ഇംപ്രൂവിങ് എക്സ്പെരിമെന്റൽ ടെക്നിക്സ് വി ക്യാൻ റെഡ്യൂസ് ദി ലീസ്റ്റ് കൗണ്ട് എറർ. കൂടുതൽ, അതായത് വെർണിയറിൻ്റെ 0.01 സെൻറ്റിമീറ്റർ ആണ്, സ്ക്രൂ ഗേജിൻ്റെ 0.01 സെൻറ്റിമീറ്റർ, 0.001 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.01 മില്ലിമീറ്റർ, രണ്ടും ശരിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് സ്ക്രൂ ഗേജിനെക്കാട്ടിലും വെർണിയറിനെക്കാട്ടിലും ലീസ്റ്റ് കൗണ്ട് കുറവ് അല്ലേ സ്ക്രൂ ഗേജിനാണുള്ളത്. അതല്ലെങ്കിൽ വെർണിയറിനെക്കാട്ടിലും ആക്യുറസി തീർച്ചയായിട്ടും 10 ഇരട്ടി ആക്യുറസി സ്ക്രൂ ഗേജിനാണുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ കുറവ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആക്യുറസി എന്നാണ് അർത്ഥം. ആർക്കാണ് ഏറ്റവും കുറവ് ലീസ്റ്റ് കൗണ്ട് ഉള്ളത് ആ ഇൻസ്ട്രുമെന്റിന് കൂടുതൽ ആക്യുറസി ഉണ്ടാവും. സോ യൂസിങ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹയർ പ്രിസിഷൻ, using instruments of higher precision, improving experimental techniques etc, we can reduce the least count error. കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പെരിമെന്റൽ ഇതായിട്ട് ചെയ്യാൻ പറ്റും. Repeating the observation several times and taking the arithmetic mean of all observation, the mean value would be very close to the true value of the measured quantity. അപ്പോൾ ഇങ്ങനെ പല എററുകളും ഉള്ളത് കൊണ്ട്, ലീസ്റ്റ് കൗണ്ട് എററൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഏത് ഹയർ സെക്കൻഡറിയിലൊക്കെ എക്സ്പെരിമെന്റിൽ ചെയ്യുമ്പോൾ അറിയണ്ടാവും, ഒരു വാല്യൂവിൽ നമ്മൾ റീഡിങ് നിർത്തില്ല, 5-6 വാല്യൂ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുന്നത് ഇങ്ങനെയുള്ള എറേഴ്സൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീസ്റ്റ് കൗണ്ടർ എറർ ഈസ് ദ എറർ അസോസിയേറ്റഡ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ദ ലീസ്റ്റ് കൗണ്ടർ എറർ ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് റെസൊല്യൂഷൻ. The length of the pen is likely to be 4.7 plus or minus 0.1 സെൻറ്റിമീറ്റർ. കാരണം നമ്മുടെ സാധാരണ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ലെങ്ത് 4.7 ആണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കണം അത് 4.7 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ. കാരണം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 ആണ്. അപ്പോൾ അതിനർത്ഥം 4.7നെക്കാട്ടിലും 0.1 കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അതുപോലെ വെർണിയർ കാലിപ്പേഴ്സിൻ്റെ 0.01 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. സ്ക്രൂ ഗേജിൻ്റെ ആണെങ്കിൽ 0.01 മില്ലിമീറ്റർ. വെർണിയർ കാലിപ്പേഴ്സിൻ്റെ 0.1 മില്ലിമീറ്റർ, സ്ക്രൂ ഗേജിൻ്റെ 0.01 മില്ലിമീറ്റർ. അതായത് വെർണിയറിനെക്കാട്ടിലും 10 ഇരട്ടി റെസൊല്യൂഷൻ സ്ക്രൂ ഗേജിനുണ്ട്. നെക്സ്റ്റ് ഈസ് ആബ്സല്യൂട്ട് എറർ.
ഇവിടെ മുതലാണ് നമ്മുടെ എറർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ആബ്സല്യൂട്ട് എറർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറേ റീഡിങ് കിട്ടി. അതാണ് ലെറ്റ് A1, A2, A3 എക്സെട്ര AN, ഇതൊക്കെ റീഡിങ്ങിൻ്റെ വാല്യൂസ് ആണ്. Be the values obtained for a physical quantity A in an experiment repeated n times. അതായത് ഒരു മെഷർ ചെയ്ത വാല്യൂ ആണ് A, നമ്മളത് 6 തവണ എടുത്തു, അപ്പോൾ 6 വാല്യൂ നമുക്ക് കിട്ടില്ലേ. അതുപോലെ n തവണ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n വാല്യൂസ് കിട്ടും. അതാണ് A1, A2, A3 പ്ലസ് എക്സെട്ര പ്ലസ് A1, A2, A3 എക്സെട്ര അപ് ടു AN. The arithmetic mean values is taken as the true value. The arithmetic mean is A mean which is equal to A1, A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡ് ബൈ n. അപ്പോൾ ഇതിൻ്റെ മീൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റീഡിങ്, ടോട്ടൽ നമ്പർ ഓഫ് റീഡിങ്, സം ഓഫ് ടോട്ടൽ റീഡിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീഡിങ്, ടോട്ടൽ നമ്പർ ഓഫ് റീഡിങ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ എന്ന് വെച്ചാൽ സം ഓഫ് ടോട്ടൽ റീഡിങ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റീഡിങ്. ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ എല്ലാ വാല്യൂം കൂടി കൂട്ടുക, എത്ര വാല്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീൻ കിട്ടും. ഈ അരിത്മെറ്റിക് മീനും നമ്മൾ എടുത്ത വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുക. അപ്പോൾ ഈ അരിത്മെറ്റിക് മീനാണ് നമ്മുടെ ട്രൂ വാല്യൂ എന്ന് ജസ്റ്റ്, കാരണം ഈ മീൻ എടുത്തുകൊണ്ട് അതായിരിക്കും നമുക്ക് അപ്രോക്സിമേറ്റ് ട്രൂ വാല്യൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആദ്യത്തെ മെഷർമെൻറ്റിലുള്ള എറർ ഡെൽറ്റ A1 എടുക്കുമ്പോണ്ടായ എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ A1 A മീൻ മൈനസ് A1, ഇത് തമ്മിലുള്ള ഡിഫറൻസിലാണ് ആ എറർ. ഡെൽറ്റ A2 എന്ന് പറഞ്ഞാൽ A മീൻ മൈനസ് A2. സിമിലർലി ഡെൽറ്റ AN എന്ന് പറഞ്ഞാൽ A മീൻ മൈനസ് AN. അപ്പോൾ ഈ മീനും നമ്മുടെ മെഷർ ചെയ്ത വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. The absolute error of a measurement is the difference between the individual measurement, difference between the individual measurement and the true value അല്ലെങ്കിൽ arithmetic mean of the quantity. The difference between measured value and the arithmetic value is known as the absolute error. It is denoted as modulus A, delta A, absolute error. The errors in individual measurements are, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഡെൽറ്റ A1 വിച്ച് ഈസ് ഇക്വൽ ടു A മീൻ ബൈ A1 മൈനസ് A1, ഡെൽറ്റ A2 ഈസ് ഇക്വൽ ടു A മീൻ മൈനസ് A2 എക്സെട്ര എക്സെട്ര അപ് ടു ഡെൽറ്റ AN വിച്ച് ഈസ് ഇക്വൽ ടു A മീൻ മൈനസ് AN. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. ഇനി ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആബ്സല്യൂട്ട് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ച്, എല്ലാ വാല്യൂ കൊണ്ട് കൂട്ടി ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ആബ്സല്യൂട്ട് എറർ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എറേഴ്സിൻ്റെ ആവറേജ് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എററും കൂടി കൂട്ടുക ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എറേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെൽറ്റ A calculated by delta A calculated may be positive or negative, but the absolute error delta E is always positive. ഇവിടെ നമ്മൾ എന്തിനാണ് ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു എറർ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരാം, പക്ഷെ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴാണ് നമ്മുടെ ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. The arithmetic mean of all absolute error of a measurement is taken as mean absolute error of a physical quantity A. It is denoted by delta A mean. അപ്പോൾ അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ കിട്ടിയ വാല്യൂസിൻ്റെ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ എററും കൂടി കൂട്ടിയിട്ട് അതിനെ എന്നോണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എററിൻ്റെ ആവറേജ് കിട്ടും. ദ വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി A ക്യാൻ ബി റിട്ടൺ ആസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അല്ലേ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ A മീൻ, അതായത് എല്ലാ വാല്യൂയും കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതും, അതിൻ്റെ എറർ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ഈ എല്ലാ എററിൻ്റെയും ആവറേജിനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ആ മെഷർ ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മൾ എഴുതേണ്ടത്, യഥാർത്ഥത്തിൽ എഴുതേണ്ടത് A ഈക്വൽ ടു A മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A മീൻ. A മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസിൻ്റെ ആവറേജ്, ഡെൽറ്റ A മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സിൻ്റെ ആവറേജും ആണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എഴുതുന്നത്. നമ്മളത് എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ എഴുതാറില്ല, നമ്മൾ എന്ത് മാത്രമേ എഴുതാറുള്ളൂ, ഈ വാല്യൂ മാത്രമേ അല്ലേ, റിസൾട്ടിൻ്റെ അല്ലെ ഒബ്സർവേഷൻ്റെ ആവറേജ് വാല്യൂ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ.
യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തും കൂടി വേണം, അതിൻ്റെ എററും കൂടി ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് റിലേറ്റീവ് എറർ എന്ന് നോക്കാം. വാട്ട് ഈസ് റിലേറ്റീവ് എറർ? The ratio of mean absolute error delta A mean to the mean value of a physical quantity is called relative error. അപ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഈ എറർ മീൻ ഡിവൈഡ് ബൈ ഒബ്സർവ്ഡ് മീൻ. അപ്പോൾ ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ, ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി അല്ലേ, ഈ ഇങ്ങനെ ഒരു വാല്യൂ തന്നെയാണെങ്കിൽ ഇതിന്റെ റിലേറ്റീവ് എറർ എന്ത് കണ്ടുപിടിക്കുക, ഈ വാല്യൂ ഡിവൈഡ് ബൈ ഈ വാല്യൂ, അതായത് ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിലേറ്റീവ് എറർ. നമുക്കിവിടെ റിലേറ്റീവ് എറർ കിട്ടും. അപ്പോൾ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ എ മീൻ ഡിവൈഡ് ബൈ ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ നമുക്ക് കിട്ടും. ഇനി പെർസെൻറ്റേജ് എറർ ചെയ്ത നമ്മൾ ഇതൊരു ഫ്രാക്ഷനാണ് കിട്ടുക. ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുക, അതിനെ നമുക്കറിയാം. പെർസെൻറ്റേജിലേക്ക് ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 100% കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ റിലേറ്റീവ് എറർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഈസ് കോൾഡ് പെർസെൻറ്റേജ് എറർ. സോ പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ ഇൻറ്റു 100%. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എററും കൂടി നമുക്ക് കിട്ടും. ഇനി നമ്മളിപ്പോൾ പഠിച്ചു ഈ എറർ അനാലിസിസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിച്ചു. അതിൻ്റെ ഒരു റിയലിസ്റ്റിക് എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ എനിക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു മെഷർ ദി ഓസിലേഷൻ പീരിയഡ് ഓഫ് എ പെൻഡുലം ആൻഡ് എ സ്റ്റോപ്പ് വാച്ച് 5 times. നിങ്ങൾ സിമ്പിൾ പെൻഡുലം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ ആൾ മെഷർ ചെയ്യാണ് 5 തവണ ട്രയൽ നമ്പർ. അപ്പോൾ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ 3.9 കിട്ടി, രണ്ടാമത്തെ തവണ 3.5, മൂന്നാമത്തെ തവണ 3.6, നാലാമത്തെ തവണ 3.7, അഞ്ചാമത്തെ തവണ 3.5. അപ്പോൾ 2 തവണ 3.5 കിട്ടി, ഒരു തവണ 3.6, ഒരു തവണ 3.7, ഒരു തവണ 3.9. അങ്ങനെയാണ് നമുക്ക് റീഡിങ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? മീൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വാല്യൂയും കൂടി കൂട്ടുക, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് വേറൊരു രീതിയിൽ എഴുതിയാണ്. മീൻ വാല്യൂ ദ ആവറേജ് വാല്യൂ ഓഫ് 5 റീഡിങ്സ് ഗിവ്സ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ദി ടൈം പീരീഡ്. അപ്പോൾ എല്ലാ വാല്യൂയും കൂടി കൂട്ടുക, അതിനാണ് ഈ സമ്മേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്, അതാണ് ഞാൻ. നമ്മൾ കൂട്ടിയപ്പോൾ 3.9, 3.5, 3.6, 3.7, 3.5/5. അങ്ങനെ ചെയ്താൽ നമുക്ക് 18.2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.64. ഞാനത് റൗണ്ട് ചെയ്തിട്ട് 3.6 എന്നാക്കി. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. ഇതാണ് മീൻ വാല്യൂ, എ മീൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എക്സ് ബാർ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എ മീൻ എന്ന് പറയുന്നത് 3.6 ആണ്. ഇനി നമ്മൾ എറർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഈ വാല്യൂയിൽ നിന്ന് നമ്മുടെ മെഷേർഡ് വാല്യൂസ്, ഇപ്പോൾ 3.6 നിന്ന് 3.9 കുറയ്ക്കുക, 3.6 നിന്ന് 3.5 കുറയ്ക്കുക, 3.6 നിന്ന് 3.6 കുറയ്ക്കുക, 3.6 നിന്ന് 3.7 കുറയ്ക്കുക, 3.6 നിന്ന് 3.5 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് എറേഴ്സ്. അതിൻ്റെ മോഡുലസ് ആണ് എറേഴ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരും. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂ കോൾഡ് ആബ്സലൂട്ട് എറർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 3.9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.3, 3.9 മൈനസ് 3.6 എന്ന് പറയുമ്പോൾ 0.3, 3.5 മൈനസ് 3.6 എന്ന് പറയുമ്പോൾ 0.1. നമ്മൾ അബ്സലൂട്ട് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. 3.6 മൈനസ് 3.6 എന്ന് പറഞ്ഞാൽ 0, 3.6 മൈനസ് 3.7 എന്ന് പറയുമ്പോൾ 0.1, 3.6 മൈനസ് 3.5 എന്ന് പറയുമ്പോഴും 0.1. അപ്പോൾ ഇതാണ് അതിൻ്റെ എറേഴ്സ്, ആബ്സലൂട്ട് എറേഴ്സ്. ഇനി ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. മീൻ ആബ്സലൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ എല്ലാ എററും കൂടിയും കൂട്ടുക, 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 0.3 പ്ലസ് 0.1 പ്ലസ് 0 പ്ലസ് 0.1 പ്ലസ് 0.1 ഡിവൈഡ് ബൈ 5. അപ്പോൾ 0.6/5 എന്ന് വരും. അത് 0.12. ഞാൻ റൗണ്ട് ചെയ്തിട്ട് 0.1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.6ഉം മീൻ വാല്യൂ എന്ന് പറയുന്നത് 3.6ഉം അതിൻ്റെ എറർ, ആബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് 0.2, മീൻ ആബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ 3.6 പ്ലസ് ഓർ മൈനസ് 0.1 നമുക്ക് ഇതിൻ്റെ വാല്യൂ എഴുതാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? റിസൾട്ട് ഈസ് ഈക്വൽ ടു ബെസ്റ്റ് എസ്റ്റിമേറ്റ് പ്ലസ് ഓർ മൈനസ് എറർ അല്ലേ, എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദ മോസ്റ്റ് കോമൺ വേ ടു അഡോപ്റ്റ് ബൈ സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ ടു റിപ്പോർട്ട് ദ റിസൾട്ട് ഈസ് ബെസ്റ്റ് എസ്റ്റിമേറ്റ് പ്ലസ് ഓർ മൈനസ് എറർ. It represents a range of value and form from that we expect a true value fall within. Thus, the period of oscillation is likely to be within
3.6 പ്ലസ് ഓർ മൈനസ് 1 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിൽ ഇത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിൾ ഞാൻ കൂട്ടിച്ചേർത്താണ്, കാരണം ജസ്റ്റ് ഒന്ന് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിന് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ എന്താണ് ഈ വാല്യൂ ഡിവൈഡ് ബൈ ഈ വാല്യൂ 0.1 ഡിവൈഡ് ബൈ 3.6 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0.1 ഡിവൈഡ് ബൈ 3.6 0.2 0.0277 അത് റൗണ്ട് ചെയ്താൽ 0.028. ഞാൻ അതിൻ്റെ പെർസെൻറ്റേജ് എറർ കാണാൻ എന്ത് ചെയ്താൽ മതി, അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0.028 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2.8% ആണ് അതിൻ്റെ എറർ. ആ മെഷർമെൻറ്റിൻ്റെ എറർ എന്ന് പറയുന്നത് 2.8% ആണ്. The relative error multiplied by 100 is called percentage error, that is equal to 2.8%. ഇനി ഇത് രണ്ട് എക്സാമ്പിൾസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 1.1 എക്സാമ്പിൾ 1.2 നിങ്ങൾ നോക്കി വരിക, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് നിങ്ങളുടെ സിലബസിൽ ഇല്ല, എന്നിരുന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.